ഹലോ, നമുക്കിന്നൊരു തലക്കറിയും കപ്പ വേവിച്ചതായാലോ. അപ്പോൾ നമ്മളൊരു ഫുള്ള് തല തന്നെ ഇവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നമുക്കിത് കഴുകിയെടുക്കണം. ഒരു 5-6 തവണയെങ്കിലും ഇത് നമുക്ക് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം. ഇതിൻ്റെ ആ ഒരു ബ്ലഡ് അതൊക്കെ പോകാൻ വേണ്ടി നമ്മളൊരു 5-6 തവണ ഇത് കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ ചട്ടി ചൂടായതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിച്ചു. എന്നിട്ട് ഇതിനകത്തോട്ട് കടുകിട്ടു. ഈ കടുക് നന്നായിട്ട് പൊട്ടണം. എന്നിട്ട് നമുക്കിതിനകത്തോട്ട് ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി കടുകും ഉലുവായും കൂടി പൊട്ടി വരട്ടെ. ഇത് നന്നായിട്ട് പൊട്ടണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞിട്ടേക്കുന്നത്. ഇതിനകത്ത് നമ്മൾ 1 കുടം വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. 1 കുടം അല്ല, 1.5 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പച്ചമുളക് ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അത്യാവശ്യം വലിയ കഷ്ണം ഇഞ്ചിയും കൂടി അരിഞ്ഞിട്ടേക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഉള്ളിയാണ് ഇടുന്നത്. നമ്മൾ ഇതിനകത്ത് കുറേ ഉള്ളി സവോള ഒന്നും ഇടുന്നില്ല, കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. അണ്ടിതാ ഇത് നമുക്ക് നന്നായിട്ട് ഈ ഉള്ളിയും പച്ചമുളകും ഇതെല്ലാം നല്ല മൂത്തതായിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഈ ഉള്ളി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ഒരു കളറ് മങ്ങി വരുമ്പോൾ മാത്രമേ ഉള്ളി ഇടാവുള്ളൂ. അതെല്ലാം നല്ല മുരിഞ്ഞ് വരണം. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയും പച്ചമുളകും എല്ലാം നല്ല മുരിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് പൊടികൾ ഇട്ട് കൊടുക്കണം. നമ്മളിവിടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചക്കുത്ത് മാറുന്ന വരെ നമുക്ക് നന്നായിട്ട് തന്നെ ഇത് ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരട്ടെ. ഇതങ്ങനെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞങ്ങളിവിടെ കുറേ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഈ തല മുങ്ങി നിൽക്കണമല്ലോ. അപ്പം അതിനുവേണ്ടി നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടില്ല, നമ്മൾ ഇത്രയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു തല മുങ്ങി കിടക്കാൻ വേണ്ടി. അപ്പോൾ ഇതിന് വേണ്ടി ആവശ്യത്തിനുള്ള എരിവും ഇതെല്ലാം ഇട്ട് കൊടുക്കണം. ഈ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിനകത്ത് അത്യാവശ്യം ഒന്ന് തിള വന്നപ്പോഴത്തേക്ക് നമ്മൾ പുളി ഇട്ട്, നമ്മൾ പുളിവെള്ളം പിരിഞ്ഞല്ല ഒഴിച്ച് വയ്ക്കുന്നത്. വെള്ളത്തിൽ പുളി ഇട്ട് വെച്ചിട്ടില്ല, ഡയറക്റ്റ് കഴുകി ഇട്ടേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പുളിക്ക് നല്ല പുളിയുള്ള പുളിയാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് ഇട്ടേക്കുന്നത്. പിന്നെ നല്ല ഫ്രഷ് പുളിയാണ്. അപ്പം ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകിയിട്ടാണ് ഇട്ടത്. ഇനിയിപ്പോൾ ഇത് ഒന്ന് തിള വരേണ്ടത് ഇതുപോലെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ തല ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മണ്ടയിലോട്ട് നമുക്ക് ഇതെല്ലാം കോരി ഒഴിച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ നമ്മളെല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു തിള ഇത് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചിട്ട് ഒരു തിള വന്നു കഴിയുമ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡും കൂടെ ഇട്ട് കൊടുക്കണം. 2 സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തിരിച്ച് ഇട്ട് കൊടുക്കണം. അത് മറക്കരുത്. പിന്നെ നമ്മളിതാ ഇതിനകത്തോട്ട് തക്കാളിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഞാൻ ആദ്യം തക്കാളി ഇട്ട് കണ്ടില്ല, അതുകൊണ്ടാണ് ഒന്നുകൂടി തക്കാളിയാണ് കാണിച്ചു തന്നിട്ട്. അതിൻ്റെ ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് നന്നായിട്ട് ഇതൊന്ന് വെന്ത് വരട്ടെ. അയ്യോ, കറിവേപ്പില ഇടാൻ മറക്കരുത്. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം, എന്നിട്ടേ മൂടി വെക്കാവുള്ളൂ. അപ്പം മൂടി വെച്ച് നമ്മുടെ തലക്കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട്. നല്ല സ്മെല്ലാണ്, നല്ല എരിവും എല്ലാം ഉണ്ട്. അടിപൊളിയാട്ടോ. ഇനി നമുക്കിത് കപ്പയുടെ കൂടെ കഴിക്കാം. കണ്ടില്ലേ, നമ്മൾ ഈ കപ്പ വേവിച്ചതിൻ്റെ മണ്ടയിലോട്ട് ആ തലക്കറി എടുത്ത് വെക്കണം.
എന്നിട്ട് നമ്മൾ ആ ചാറും കൂടി മണ്ടയിലോട്ട് ഒഴിക്കണം. അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യാൻ നോക്കണം. പിന്നെ നമ്മളുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പം എന്താ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.